സെൽഫി എടുക്കാൻ ശ്രമിച്ച ഭിന്നശേഷിക്കാരനായ പാർട്ടി പ്രവർത്തകനെ DCC പ്രസിഡന്റ് മർദ്ദിച്ചെന്ന് പരാതി. ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യുവിനെതിരെയാണ് പരാതി. കുമളിയിൽ നടന്ന പരിപാടിയിൽ ഡോക്ടർ ശശി തരൂർ MPക്കൊപ്പമാണ് പ്രവർത്തകൻ സെൽഫി എടുക്കാൻ ശ്രമിച്ചത്. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഹുൽ, എന്താണ് ഉണ്ടായത്? രചന, മർദ്ദിക്കുന്ന ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ഇന്ന് UDF പീരുമേട് സ്ഥാനാർത്ഥി സിറിയക് തോമസിന്റെ പ്രചരണാർത്ഥം ശശി തരൂർ MP കുമളിയിലെത്തിയിരുന്നു. ഈ പരിപാടിക്കിടെ ആളുകളുടെ വലിയ തിക്കും തിരക്കും ഉണ്ടായിരുന്നു. വേദിയിൽ ഒരുപാട് ആളുകൾ കയറിയിരുന്നു. ഈ പരിപാടി തുടങ്ങുന്ന സമയം തന്നെ ആ വേദിയിൽ നിന്ന് കുറച്ച് ആളുകൾ ഇറങ്ങി മാറണമെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടിരുന്നു. അത് മറികടന്നുകൊണ്ടും കൂടുതൽ ആളുകൾ വേദിയിലേക്ക് വരികയും അതുപോലെ തന്നെ ഈ ശശി തരൂരുമായിട്ട് സെൽഫി എടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് വണ്ടിപ്പെരിയാർ മുൻ മണ്ഡലം പ്രസിഡന്റ് കൂടിയായിട്ടുള്ള മഹേഷ് എന്ന് പറയുന്ന ഭിന്നശേഷിക്കാരനായ ആൾ സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നത്. ഇത് കണ്ടുകൊണ്ടാണ് DCC പ്രസിഡന്റ് CP മാത്യു അദ്ദേഹത്തെ അടിക്കുകയും അദ്ദേഹത്തെ തള്ളിവിടുകയും ചെയ്തത്. അതിന് പിന്നാലെ തന്നെ അവിടെ കൂടി നിന്നിരുന്ന മറ്റു പ്രവർത്തകർ അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. അപ്പോഴും ആ പ്രവർത്തകരോട് DCC പ്രസിഡന്റ് തട്ടിക്കയറുന്ന കാഴ്ചയാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകാനും കഴിയുന്നത്. പിന്നീട് ക്യാമറ കണ്ണുകളൊക്കെ കണ്ടതിന് ശേഷം ക്യാമറകളൊക്കെ അവിടെ ഇരിപ്പുണ്ട്, ചാനൽ ക്യാമറകളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ശേഷം ഇതെല്ലാം ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് എന്ന് വ്യക്തമായതുകൊണ്ടാകാം പിന്നീട് ആ പ്രവർത്തകനെ വിളിച്ച് വരുത്തി അടുത്ത് നിർത്തി ആശ്വസിപ്പിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു വിടുകയായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഒരു DCC പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത വിധത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് ഇന്നിപ്പോൾ കുമളിയിൽ ഉണ്ടായിരിക്കുന്നത്. CP മാത്യു ഒരു കോൺഗ്രസ് പ്രവർത്തകനെ ആണ് മർദ്ദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാതൃകാപരമായിട്ട് ഇടപെടേണ്ട അല്ലെങ്കിൽ അണികളെ നയിച്ചുകൊണ്ട് പോകേണ്ട ഒരു നേതാവ് അതേ രീതിയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഒരു പ്രവർത്തകനെ മർദ്ദിക്കുക എന്ന് പറയുന്നത് പൊതുസമൂഹം അതേ രീതിയിൽ വിലയിരുത്തും എന്നുള്ളതും കാണേണ്ടതാണ്. എന്തായാലും വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് DCC പ്രസിഡന്റ് CP മാത്യുവിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതാണ് പൊതുവിൽ ഉയരുന്ന ഒരു വിമർശനവും. എന്തായാലും നിലവിൽ മറ്റ് പരാതികളൊന്നും പോലീസിലൊന്നും പോയിട്ടില്ല. പൊതുസ്ഥലത്ത് വെച്ച് മർദ്ദിച്ചു എന്ന പേരിലൊന്നും പരാതികളൊന്നും ആ പ്രവർത്തകൻ മഹേഷ് നൽകിയിട്ടില്ല. പക്ഷേ ഈ ദൃശ്യങ്ങൾ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട്. മാത്രമല്ല എല്ലാ ചാനലിന്റെ ക്യാമറകളും അവിടെ ഉണ്ടായിരുന്നു. ആ ക്യാമറകളൊക്കെ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ പ്രകോപിതനായി ആ സെൽഫി എടുത്തതിന്റെ പേരിൽ ഒരു പ്രവർത്തകനെ ഈ DCC പ്രസിഡന്റ് CP മാത്യു മർദ്ദിച്ചിരിക്കുന്നത്. അതായത് ആ സംഭവത്തിനിടയ്ക്ക് അദ്ദേഹം പറയുന്നുണ്ട് ഈ ക്യാമറകളെല്ലാം. രാഹുൽ, വ്യക്തമാണ്. ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യുവിനെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. സെൽഫി എടുക്കാൻ ശ്രമിച്ച ഭിന്നശേഷിക്കാരനെ തടഞ്ഞു എന്നാണ് ആരോപണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.